ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയും പൂരിയുമാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഗ്രീൻ പീസ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ഇറച്ചി മസാലപ്പൊടി, തക്കാളി, വെല്ലുള്ളി, 6 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടുക. ഇതിലേക്ക് 1 സ്പൂണ് കടുകിടുക. ഏലക്കായും കറാമ്പും ഇടുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വെല്ലുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മസാലകളും ഉപ്പും ചേർക്കുക. ഒന്നും കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് ഗ്രീൻ പീസ് ഇടുക. ഗ്രീൻ പീസ് തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് 4 വിസിലിടുക. കുക്കറിൻ്റെ വിസിലെല്ലാം പോയതിന് ശേഷം കുക്കറിൻ്റെ മൂട് തുറന്ന് അതിലേക്ക് 1 തേങ്ങയുടെ 1/4 പാലാണത്, അതൊഴിച്ച് കറി ഒന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് 1 സ്പൂണ് പെരിഞ്ജീരകപ്പൊടി ചേർക്കുക. ഒന്നും കൂടെ കറി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഒഴിച്ച് മൂടി വയ്ക്കാം. കറിവേപ്പിലയിട്ട് മൂടി വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് പൂരി ഉണ്ടാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് റവ ഇടുക. 1/2 കപ്പ് റവയും ഉപ്പും വെള്ളവും ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴക്കുക. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമാണ് പരത്തി വെച്ച ഓരോ പൂരിയായിട്ട് അത് പൊരിച്ചെടുക്കുക. റവ ചേർക്കുന്നത് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വളരെ ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറിയും പൂരിയും തയ്യാറാവും.